നീ വലിയവനും അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നതുമല്ലോ. നീ മാത്രം ദൈവമാകുന്നു. മഹാപരിശുദ്ധനായ കർത്താവിനെ താഴ്ത്തിയേൽപ്പിക്കുന്നു. ആകാശം, ഭൂമി, അനന്തകൂടി നക്ഷത്രങ്ങൾ, സർവ്വജീവജാലങ്ങളെ വിസർജിച്ച ദൈവത്തിന്റെ മഹത്വം. കർത്താവിന്റെ കൃപ, ദയ, സ്നേഹം, രക്തത്തിന്റെ ശുദ്ധി, വചനത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. പ്രാർത്ഥിക്കുന്ന അടിയനാവിനെ അനുവദിക്കരുത്. മഹത്വത്തിന് പ്രതി യേശു വൻ കാര്യങ്ങൾ ചെയ്യും. മഹത്വം കർത്താവ് താഴ്ത്തുന്നു. യേശു കർത്താവിന്റെ നാമത്തിൽ വായിച്ച വചനം വളരെ സ്പർശനീയമായ 3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. 3 കാര്യം. അത് ഒന്നാമത്തെ കാര്യം, എന്റെ യേശു വലിയവൻ. ഇത് നേരത്തെ പാസ്റ്റർ പറഞ്ഞ പോലെയാണ്. യേശു വലിയെന്ന് പറയുമ്പോൾ അല്ലെ പറയാൻ താരങ്ങൾ. എന്റെ യേശു വലിയവൻ. 2, എന്റെ യേശു അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. 3ാമതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായ പദം, നീ മാത്രം ദൈവമാണ്. യേശു മാത്രമാണ് ദൈവം. ഹല്ലേലൂയ. ഈ 3 കാര്യങ്ങൾ അറിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഭയങ്കരമായ പത്രകാലം പോരാ. എങ്കിലും പരിമിതമായ സമയത്തിൽ ഈ 3 കാര്യങ്ങൾ മാത്രം. ഹല്ലേലൂയ. 1, യേശു വലിയവൻ. യേശു വലിയവനെന്ന് ബൈബിൾ തന്നെ പ്രഖ്യാപിക്കുകയാണ്. ഹല്ലേലൂയ. മത്തായി സുവിശേഷത്തിൽ ഹല്ലേലൂയ സ്തോത്രം 12 വാക്യങ്ങളിലൊക്കെ ആലയത്തെക്കാൾ വലിയവൻ എന്ന് പറയുന്നത്. 42 ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോനേക്കാൾ വലിയവൻ, പ്രവാചക സൃഷ്ടിയിൽ പ്രവാചകനായ യോനാ പ്രവാചകനേക്കാൾ വലിയവൻ. അങ്ങനെ യേശു വലിയവനെന്ന് ബൈബിൾ അങ്ങനെ പ്രസ്താവിക്കുന്നു. മാത്രമല്ല ഹല്ലേലൂയ സ്തോത്രം, എന്താ പറയുക, പിതാവായ ദൈവം എല്ലാ നാമത്തിനും മേലായ നാമം നൽകി മാനിച്ച് അത് തന്നെ പിതാവ് തന്നെ എന്നുള്ള ഒരു സ്ഥാനം കൊടുത്തി. എന്നെ ഏറ്റവും അധികം സ്പർശിച്ചത് യേശു തന്റെ ശിഷ്യന്മാരെ പാദം കഴിയുകൊണ്ട് ഏറ്റവും എളിയവനെന്ന രീതി, ആ എളിയവനെ ദൈവം വലിയവൻ. അപ്പോൾ കുട്ടിക്കാലത്ത് പഠിക്കുന്ന താഴ്മദാനം, ഇത്രത്തോളം താഴ്മ ധരിച്ച, ഇത്രത്തോളം വിനയം ധരിച്ച ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു ദൈവത്തെ അല്ലെങ്കിൽ മറ്റു മതങ്ങളിലോ അത് സംസ്ഥകളിലോ കാണാൻ കഴിയും. ഹല്ലേലൂയ. യേശു വലിയവനാണ്. ഹല്ലേലൂയ.